പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഭിഷേക അഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുലിഖിതം. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യേശുക്രിസ്തു പഠിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ശരീരം യേശുക്രിസ്തു ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകുന്നതിനെക്കുറിച്ചുള്ള പ്രബോധനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിലെ അത്ഭുതകരമായ ഒരു രഹസ്യമാണ്, അത്ഭുതകരമായ ഒരു ശക്തി സ്രോതസ്സാണ് യേശുവിൻ്റെ ശരീരം, യേശുവിൻ്റെ തിരുശരീരം. പ്രൈസ് ദ ലോർഡ്. അതിന് തിരുസഭയിൽ വിളിക്കുന്ന വാക്കാണ് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദിവ്യകാരുണ്യം. ഹല്ലേലൂയ. ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരമാണ്. പ്രൈസ് ദ ലോർഡ്. അത് യേശു ക്രിസ്തു തന്നെയാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.
യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം, ഇത് അത്ഭുത ശക്തിയുള്ള ദൈവം മക്കളുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കാൻ തക്കവിധം അത്ഭുത ദൈവശക്തിയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹ സ്രോതസ്സത്രേ. ഒരു ക്രിസ്തീയ പൈതലിൻ്റെ അല്ലെങ്കിൽ ഒരു യേശു വിശ്വാസിയുടെ ജീവിതത്തിന് അത്ഭുത ശക്തി പകരുന്ന ഒരു ശക്തി സ്രോതസ്സാണ് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദിവ്യ കാരുണ്യം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ തവണയും അഭിഷേകാഗ്നി വചനപ്രഘോഷണ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾ വചനപ്രഘോഷണത്തിന് ശേഷം ഒരു ആരാധന ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. ആ ആരാധന ശുശ്രൂഷയുടെ സമയത്ത് കാണുന്ന ദിവ്യ കാരുണ്യമാണ് യേശുവിൻ്റെ തിരുശരീരമെന്ന് ഇന്ന് നാം ഈ പ്രബോധനം കേൾക്കുമ്പോൾ വിശേഷിപ്പിക്കുന്ന ദിവ്യ കാരുണ്യം, യേശുവിൻ്റെ തിരുശരീരം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദിവ്യ കാരുണ്യം അല്ലെങ്കിൽ യേശുവിൻ്റെ തിരുശരീരം ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സാണ്. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതകാലത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവിൻ്റെ ശരീരത്തെ, യേശുവിൻ്റെ തിരുശരീരത്തെ, വിശുദ്ധ കുർബാനയെ, ദിവ്യ കാരുണ്യത്തെ നോക്കി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പൈതലിൻ്റെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവിക ഇടപെടലുകളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. അത്രമാത്രം ശക്തമായ ദൈവ സാന്നിധ്യം കുടികൊള്ളുന്ന ഒരു വേദിയാണ് യേശുവിൻ്റെ ശരീരം. മറ്റൊരു വാക്കി പറഞ്ഞാൽ ഈ ലോകത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത വിധം അത്ര അത്യുന്നതമായ വിധത്തിൽ ദൈവം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്, ദൈവം നിറഞ്ഞിരിക്കുന്ന ഇടമാണ്, യേശുവിൻ്റെ ശക്തി നിറഞ്ഞിരിക്കുന്ന ഇടമാണ്, യേശു നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ. ഞാനൊരു ദൈവ പൈതലുണ്ടായ അനുഭവം നിങ്ങളോട് പങ്കുവെക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവ പൈതൽ സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ 2007 മാർച്ച് മാസത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ വർഷങ്ങളോളം ഉറക്കഗുളിക കഴിച്ച് മാത്രം ഉറങ്ങിയിരുന്ന ആ ഉറക്കം കിട്ടാത്തതിൻ്റെ വേദനയോടുകൂടിയാണ് വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മദ്യപാനം അദ്ദേഹത്തിൻ്റെ ഒരു തീരാ ശാപമായിരുന്നു. മദ്യപിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നതുപോലെ മദ്യപാനത്തിന് അടിമപ്പെട്ടൊരു ജീവിതം. ഉറക്കം കിട്ടാണെങ്കിൽ ഉറക്കഗുളിക കഴിക്കേണ്ടി വരുന്ന, ഉറക്കഗുളിയില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത ഗതികേടിൽ നിറഞ്ഞൊരു ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2007 മാർച്ച് മാസത്തിൽ സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ദൈവ പൈതൽ ധ്യാനം കൂടാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉറക്കഗുളിക കിട്ടാത്തത് നിമിത്തം 3 ദിവസം പകല് അദ്ദേഹം ഉറങ്ങാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും നടന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. രാത്രി 1:30-ക്കും 2:30-ക്കും 3:30-ക്കെല്ലാം അദ്ദേഹം ചുറ്റിക്കറങ്ങി നടന്ന് ഉറക്കഗുളിക കിട്ടുമെന്ന് അന്വേഷിക്കുകയാണ്. അദ്ദേഹം 3 ദിവസം ഉറക്കമില്ലാതെ ഇവിടെ ചുറ്റിക്കറങ്ങി, ധ്യാനിക്കാൻ പറ്റിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ കുംഭസാരത്തിൻ്റെ സമയത്ത് ഈ വേദന കുംഭസാരിപ്പിച്ച കുംഭസാരക്കാരനായ വൈദികനോട് ആ ദൈവ പൈതൽ പങ്കുവെച്ച്, അപ്പോൾ കുംഭസാരിപ്പിച്ച അച്ഛൻ ആ വ്യക്തിയോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ച് വിശ്വാസത്തോടെ ദിവ്യ കാരുണ്യം സ്വീകരിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, യേശുവിനെ ദിവ്യകാരുണ്യ രൂപനായി നിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ അത്ഭുതം കാണും. ഇന്ന് മുതൽ നിൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായിരിക്കും. ആ വ്യക്തി നന്നായി കുമ്പസാരിച്ച് അന്ന് ദിവ്യകാരുണ്യം സ്വീകരിച്ച്, അന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നു മുതൽ ആ വ്യക്തി നല്ല ഉറക്കം ലഭിക്കുന്ന ഗാഢനിദ്രയുള്ള വ്യക്തിയായി രൂപാന്തരപ്പെട്ടു. അതിനുശേഷം 2007 മെയ് മാസം അവസാനത്തെ ധ്യാനത്തിൽ വീണ്ടും ആ വ്യക്തി ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ധ്യാനത്തിൽ വെച്ച് ആ വ്യക്തി തൻ്റെ അനുഭവം പങ്കുവെച്ചു. മാർച്ച് മാസത്തിൽ ധ്യാനം കൂടിയപ്പോൾ ഉറങ്ങാൻ പറ്റാതെ തലങ്ങും വിലങ്ങും നടന്നിരുന്നവനാണ് ഞാൻ. എന്നാൽ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ, എൻ്റെ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ എൻ്റെ രോഗം മാറി. ഞാൻ അന്ന് നന്നായി ഉറങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ ഉറക്കത്തിന് ഒരു കുഴപ്പമില്ല. ആ അനുഭവം അദ്ദേഹത്തിൻ്റെ അതരങ്ങളിൽ തന്നെ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് ജോയ്, കുന്നംകുളം, സ്ഥലം ചൂനൂർ എന്ന് പറയും. ഞാൻ മാർച്ച് മാസത്തിലൂടെ ധ്യാനം കൂടാൻ വന്നിരുന്നത്. ഞായറാഴ്ച വന്നു. ഞായറാഴ്ച മുതൽ എനിക്ക് ഉറക്കമില്ലാതെയാണ് ഞാൻ വന്നിരുന്നത്.
ഞായറാഴ്ച ഉറങ്ങിയില്ല, 3 ദിവസം അടുപ്പിച്ച് ഉറങ്ങാതെ ഞാൻ കിടന്ന് നടക്കുകയായിരുന്നു. അപ്പോൾ സേവ്യാറാഴ്ചയുടെ അടുത്ത് പോയി. സേവ്യാറാഴ്ച നമ്മൾ കുമ്പസാരം കഴിഞ്ഞ്, ബുധനാഴ്ച കുമ്പസാരം ഉണ്ടായിരുന്നു. കുമ്പസാരം കഴിഞ്ഞ് അന്ന് കുർബാന സ്വീകരിച്ചപ്പോൾ അന്ന് ഉറക്കം കിട്ടി. പിന്നെ നാട്ടിൽ പോയി ഇപ്പോൾ സുഖമായി ഉറങ്ങുന്നു. ഇപ്പോൾ ഞാൻ നന്നായി മദ്യപിക്കുന്നൊരു വ്യക്തിയായിരുന്നു. മദ്യപാനം കഴിഞ്ഞ് എനിക്ക് ഇവിടെ പല ക്ലാസ്സുകളും ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ വെച്ചാൽ പറഞ്ഞു പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണമായിരുന്നു. ഇപ്പോൾ മാർച്ചിന് ശേഷം ഞാൻ മദ്യപിച്ചിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഈ കാര്യം കേട്ടതല്ലേ? ഈ വ്യക്തിയുടെ ആദരങ്ങളിൽ തന്നെ നാം ഇത് കേട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറങ്ങാൻ പറ്റാതെ ക്ലേശിച്ചിരുന്ന ഒരു ദൈവ പൈതൽ യേശുവിൻ്റെ ശരീരം ആദരങ്ങൾ കൊണ്ട് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ അത്ഭുത വ്യത്യാസം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ അത്ഭുത ശക്തിയുള്ള മറ്റൊരു ശക്തി സ്രോതസ്സാണ് യേശുവിൻ്റെ രക്തം. ഈ തിരുശരീരവും തിരുരക്തവുമാണ് ഒരു ദൈവ പൈതലിന് ജീവൻ ഉണ്ടാകാൻ വേണ്ടി യേശു ക്രിസ്തു ഭൂമി നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തിരുരക്തത്തിനും അത്ഭുത ശക്തിയുണ്ട്. 2007 മെയ് മാസം അവസാനത്തെ ആഴ്ച സെഗ്യോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ധ്യാനത്തിൽ വിദൂരത്തുനിന്നൊരു സഹോദരി പങ്കെടുക്കുന്നുണ്ട്. ആ സഹോദരിയുടെ പ്രശ്നം ഇതാണ്: 18 വർഷമായി ചെരുപ്പ് ഉപയോഗിച്ച്, ചെരുപ്പിൻ്റെ വള്ളിയിടുന്ന ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ അലർജി വന്ന് ചെരുപ്പ് ടച്ച് ചെയ്യുന്ന എല്ലാ ഭാഗവും വ്രണമായി പഴുത്തിരിക്കുകയാണ്. ആ സഹോദരി പറഞ്ഞ് 18 വർഷമുള്ള പീഡയാണിത്. കഴിഞ്ഞ 3 വർഷമായിട്ട് കാല് നിലത്ത് തൊടാൻ പറ്റാത്ത വിധം കാല് വ്രണബാധിതമായി വ്രണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ സഹോദരി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലുള്ള ഒരു പാവപ്പെട്ട സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. ആ സിസ്റ്റർ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഈ വ്രണബാധകൾ കരിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അയച്ച് പ്രാർത്ഥിച്ച് അന്ന് സായാഹ്നമായപ്പോൾ ആ സഹോദരിയുടെ 18 വർഷമായ വ്രണങ്ങൾ, കാല് നിലത്ത് പറ്റാത്ത വിധത്തിൽ വ്രണബാധിതമായ കാലുകൾ അന്ന് സായാഹ്നമായപ്പോൾ കരിഞ്ഞുണങ്ങി സൗഖ്യം പ്രാപിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും കാണാൻ കൊതിച്ചിരുന്ന സംഗതികൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സഹോദരിയിൽ നിന്ന് തന്നെ ഈ അനുഭവം നമുക്കൊന്ന് നേരിട്ട് കേൾക്കാം. എൻ്റെ പേര് റോസമ്മ, പെരിന്തൽമണ്ണയ്ക്കടുത്ത് താഴക്കോട് നിന്ന് വരുന്നു. എനിക്ക് 18 വർഷമായി ചെരുപ്പ് കാലിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അലർജി രോഗമായിരുന്നു. പിന്നെ അത് അങ്ങനെ കുറച്ച് ചെരുപ്പ് ഉപയോഗിക്കാതെ അങ്ങനെ കുറേശ്ശെ കുറഞ്ഞിരുന്നു. ഇപ്പോൾ രണ്ടാമതും ഇപ്പോൾ 3 മാസമായി എൻ്റെ കാല് ചൊറിഞ്ഞു പൊട്ടി വേദനിക്കുകയും പഴുക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഞാൻ ധ്യാനത്തിന് വരുമ്പോൾ എൻ്റെ കാല് നിലത്ത് വെക്കാൻ പറയാതെ ആനയുടെ കാലിൻ്റെ വലിപ്പം മാതിരി നീര് വെച്ച് അതേമാതിരി ഞാനിവിടെ വന്നിരുന്നിരുന്നത്. ക്ലാസ്സിനായാലും വന്നിരിക്കുമ്പോൾ അടുത്ത ആളുടെ കസേരയിൽ എൻ്റെ കാല് പൊക്കി കയറ്റി വെച്ച് വേദനയോട് സഹിക്കാൻ വയ്യാതെ ഞാൻ ഇരിക്കുകയായിരുന്നു. സുനിത സിസ്റ്ററുടെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ സിസ്റ്ററുടെ അടുത്ത് എന്ന് പറഞ്ഞു, സിസ്റ്റർ എൻ്റെ കാലിന് ഭയങ്കര വേദന, എനിക്കൊന്ന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സിസ്റ്റർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ വേദന എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. അതേമാതിരി എൻ്റെ വേത്തുനിന്നൊരു ഭാരം ഒഴിവായതുമാതിരിയും തോന്നി. ഇപ്പോൾ എൻ്റെ കാലിന് പൂർണ്ണ സൗഖ്യമായി എന്ന് പറയാം. അതേമാതിരി 2 കാലിൻ്റെ നീര് മാറി, 2 കാലും ഇതാ കരിഞ്ഞ് ഉണങ്ങി നീര് മാറി സൗഖ്യപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലത്ത് അവിടുത്തെ പരിശുദ്ധമായ ആദരങ്ങളിലൂടെ ദൈവമക്കളോട് പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യം, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യം, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം സ്വീകരിക്കുന്നൊരു വ്യക്തി, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സ്വീകരിക്കുന്നൊരു വ്യക്തി, യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി, യേശുവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിക്ക് അത്ഭുതമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുത ശക്തി പുറപ്പെടുന്നു. ഇന്ന് തിരുസഭയിൽ യേശുക്രിസ്തു
ദിവ്യകാരുണ്യ രൂപനായി രാജാവായി വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമാപനത്തിൽ ദിവ്യകാരുണ്യ രൂപനായി അൾത്താരയിൽ അരുളിക്കയിൽ എഴുന്നള്ളി വരുന്നത് യേശു ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഈ കഴിഞ്ഞ 2000 വർഷങ്ങളായി ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ദൈവമക്കളുടെ ജീവിതങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് ഇപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസം നഷ്ടപ്പെട്ട മക്കളുണ്ട്, പ്രാർത്ഥിക്കുവാൻ ഹൃദയം തുറക്കാൻ പറ്റാത്ത മക്കളുണ്ട്, പ്രാർത്ഥിച്ചിട്ട് അനുഭവം കിട്ടാത്തവരുണ്ട്. ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ സമയത്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോരുത്തരും അവനവൻ്റെ പ്രാരാബ്ദങ്ങൾ, അവനവൻ്റെ ബലഹീനതകൾ, അവനവൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം ദിവ്യകാരുണ്യ രൂപനായ യേശുവിന് മുമ്പിലേക്ക് സമർപ്പിച്ചിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസം ഇല്ലാത്തവർ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് വേദന പങ്കുവെക്കട്ടെ. ദിവ്യകാരുണ്യ രൂപനായ യേശുവിൽ നിന്ന് ശക്തി വ്യാപരിച്ച് ഈ സമൂഹത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഭയിൽ ദിവ്യകാരുണ്യ രൂപനായി വസിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്ന സർവശക്തനായ യേശുവേ, ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിലേക്ക് വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ, വിശ്വാസത്തിന്റെ ശക്തി നിറയട്ടെ, വിശ്വാസത്തിന്റെ കൃപ നിറയട്ടെ. അങ്ങയെ കണ്ട് യേശുവേ എന്ന് വിളിക്കാൻ, അങ്ങയെ കണ്ട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ, അങ്ങയിലൂടെ അത്ഭുതങ്ങളെ കാണാൻ, ദൈവശക്തിയിൽ ആനന്ദിക്കുവാൻ, കർത്താവേ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 സ്തോത്രം, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. അനേകം രാജാക്കന്മാർക്കും അനേകം ജനതകൾക്കും മനസ്സിലാകാത്ത രഹസ്യമാണ് യേശുവിൻ്റെ ശരീരം. സ്വർഗത്തിലെ ദിവ്യരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകപ്പെട്ട ദിവ്യ ഔഷധം. ഇത് മനസ്സിലാക്കാൻ അനേകം ജ്ഞാനികൾക്കും ബുദ്ധിമാന്മാർക്കും കഴിയാതെ പോയി. എന്നാൽ ദൈവം ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഈ രഹസ്യം മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നിമിഷങ്ങളിൽ നിങ്ങൾ കണ്ണുകൾ ഉയർത്തി അൾത്താരയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് സ്വർഗത്തിലെ ദൈവപുത്രനായ യേശുവിൻ്റെ ശരീരമാണ്. സ്വർഗത്തിലെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ നിമിഷം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന്, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലിരുന്ന് ദിവ്യരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് ഹൃദയത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇതാ ഈ ദിവ്യ ശരീരത്തിൽ നിന്ന് നിങ്ങളിരിക്കുന്ന ഭവനത്തിലേക്ക് ശക്തി വ്യാപരിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് ശക്തി വ്യാപരിക്കുന്നു. നിങ്ങളിപ്പോൾ എവിടെയാണോ ആ മേഖലകളിൽ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ മകനെ, പ്രിയ മകളെ, വിശ്വാസം മങ്ങിപ്പോയൊരവസ്ഥയിലാണോ? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഹൃദയം കല്ലിച്ചു പോയൊരവസ്ഥയിലാണോ? ഹൃദയം കഠിനമായൊരവസ്ഥയിലാണോ? കല്ലുപോലുള്ള ഹൃദയങ്ങളെ മാംസളമാക്കാൻ യേശുവിൻ്റെ നാമം വിളിക്കുക. ദിവ്യരക്ഷിതാവ് യേശുവിനെ വിളിക്കുക. ദിവ്യനാഥനെ വിളിക്കുക. ഈ നിമിഷങ്ങളിൽ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകർ സൗഖ്യം പ്രാപിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. അവൻ്റെ ശരീരത്തിൽ ശക്തി പുറപ്പെട്ട് ഇപ്പോൾ അനേകർ സൗഖ്യം പ്രാപിക്കുന്നു. കരങ്ങൾ ഉയരട്ടെ, സ്വരം ഉയരട്ടെ, യേശുവിനെ വിളിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് അങ്ങയുടെ നാമത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാ സമൂഹത്തിലേക്കും, എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ
എല്ലാ വ്യക്തികളിലേക്കും അങ്ങയുടെ അത്ഭുത ശക്തി ഈ ദിവ്യ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം മങ്ങിപ്പോയവർ, പ്രാർത്ഥന ഉണർവ് നഷ്ടപ്പെട്ടവർ, ഹൃദയങ്ങൾ തുറക്കാൻ പറ്റാതെ വേദനിച്ചിരിക്കുന്നവർ, മനസ്സ് കല്ലിച്ചു പോയവർ, ഹൃദയം കഠിനമായി പോയവർ, ദൈവിക നന്മകൾ നഷ്ടപ്പെട്ടു പോയവർ, ആത്മീയ തേജസ് നഷ്ടപ്പെട്ടു പോയവർ, പാപത്തിന്റെ തഴക്ക ദോഷങ്ങളിൽ അടിമപ്പെട്ടു പോയവർ, ദുശീലങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, മദ്യപാനത്തിന്റെയും ചീട്ടുകളിയുടെയും ചൂതാട്ടത്തിന്റെയും പിടിയിൽ അമർന്നു പോയവർ ഇപ്പോൾ യേശുവിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കുടുംബങ്ങളിൽ വിളയാട്ടം നടത്തുന്ന എല്ലാ പൈശാചിക ശക്തികളിലേക്കും അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ തേരോട്ടം നടത്തുന്ന എല്ലാ ദുർഭൂത ശക്തികളെയും, എല്ലാ തരത്തിലുള്ള നാരകീയ സേനകളെയും, ദുരാത്മവൃന്ദങ്ങളെയും അങ്ങയുടെ ശരീരത്തിൽ പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ ഇപ്പോൾ അവിടുന്ന് നിഹനിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങളുയർത്തി യേശുവിനെ വിളിക്കുക. എല്ലാ കൂടോത്ര ശക്തികളും, മന്ത്രവാദ ശക്തികളും, ആഭിചാര പ്രവർത്തനങ്ങളും യേശുവിന്റെ ശരീരത്തിൽ പുറപ്പെടുന്ന ശക്തിയാൽ ഇപ്പോൾ നിർവീര്യമാകുന്നു, നിർവീര്യമാകുന്നു, നിർവീര്യമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. എതിർ പ്രാർത്ഥനകൾ, എതിർ പൂജകൾ, എതിർ ക്രിയകൾ, പലതരത്തിലുള്ള പൈശാചിക ആരാധനകൾ, കൂടോത്രം, മന്ത്രവാദം, ആഭിചാര പ്രവർത്തനം, കൈവിഷം, ഇതുപോലുള്ള തിന്മകളാൽ ബന്ധിക്കപ്പെട്ട് വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ യേശുവേ അങ്ങയുടെ ശരീരത്തിൽ പുറപ്പെടുന്ന ശക്തിയാൽ വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. മക്കളില്ലാത്ത കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ. ജോലിയില്ലാത്ത മക്കളുടെ ജോലി തടസ്സങ്ങൾ യേശുവേ അങ്ങയുടെ ശരീരത്തിൽ പുറപ്പെടുന്ന ശക്തിയാൽ ജോലി തടസ്സങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. വിധവകളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദുർബലരെ അനുഗ്രഹിക്കണ കർത്താവേ. അനാഥര്, ആരും പോലും ഇല്ലാത്തവര്, സഹായത്തിന് ആരും ഇല്ലാത്തവര്, അനീതി സഹിക്കുന്നവര്, എല്ലാവരും ഉപദ്രവിക്കപ്പെടുന്നവര്, ഉപേക്ഷിക്കപ്പെട്ടവര്, ശബ്ദമില്ലാത്തവര്, എല്ലാവരുടെ മേലും അങ്ങയുടെ ശക്തി വ്യാപരിച്ച് അങ്ങയുടെ മക്കൾക്ക് പ്രകാശം ഉദിക്കട്ടെ